എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവിന്റെ അടുത്താണ്. അപ്പൊ ഒരു വർഷം മുമ്പാണ് ഈ പ്ലാവും തൈ നട്ടത്. എന്റെ മോന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടിലാണ് നട്ടേക്കണത്. അപ്പൊ നട്ട് 5 മാസം മുമ്പ് നമ്മ ഇതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ വളം എന്ന് പറഞ്ഞാല് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മ ഇട്ട് കൊടുത്തത്. ഇപ്പൊ കണ്ടിത് ചക്ക കായ്ച്ചിട്ട് കണ്ട. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ നമ്മ പ്ലാവ് നട്ടിട്ട്. ഇപ്പൊ ചക്ക കായ്ച്ചിട്ടുണ്ട് കണ്ട. ഇതൊക്കെ പെൺതിരികൾ തന്നെയാണ് കണ്ട. എല്ലാം പെൺതിരികൾ, ഇതെല്ലാം ചക്ക ആവണ തിരികളാണ് കണ്ട. ഇനിയും ഇതില് ചക്ക തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു വർഷം കഴിയുമ്പോ തന്നെ ചക്ക കിട്ടി തുടങ്ങണ പ്ലാവാണ് കേട്ടോ കണ്ട. ഇപ്പറൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഞാൻ ഈ പ്ലാവ് നട്ടേക്കണത് കണ്ട. ഇവിടെ യാതൊരുവിധ തടസ്സങ്ങളൊന്നുമില്ല, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നട്ടിരുന്നത്. നമ്മ പ്ലാവ് നടുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം കണ്ട. താഴെ തന്നെയാണ് ചക്ക ഉണ്ടായേക്കണത്. പ്ലാവ് അത്യാവശ്യം ഒരു വർഷമായെങ്കിലും നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. നമ്മ പ്രൂൺ ചെയ്തൊന്നും കൊടുത്തില്ല, എന്നുവെച്ചാൽ ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മുറ്റത്ത് ഒരു നല്ല തണലായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മ പ്രൂണിങ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ ഇതുമേൽ ഇനിയും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ നമുക്കറിയാല ഇപ്പൊ ചക്കയുടെ സീസൺ ഒന്നും അല്ല ഇനി വരാൻ പോണത്. മഴക്കാലത്ത് നമുക്ക് സാധാരണ ചക്ക ഒന്നും ഈ സമയത്ത് തിരിയൊന്നും ഇടൂല. അപ്പൊ വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവനും ചക്ക കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട് ഇതിന്റെ ഇലകളൊക്കെ ഭയങ്കര മഴയായിരുന്നല്ല. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്ക് ഇതിനൊരു സംരക്ഷണം കൊടുത്തേ പറ്റൂ. കാരണം വേരില് പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാല് അപ്പൊ തന്നെ വേര് ചീനിട്ട് ഈ ടൈമിലാണ് പ്ലാവുകളൊക്കെ എല്ലാവരുടെയും ഉണങ്ങിപ്പോണത്. എങ്ങനെയാന്ന് വെച്ചാല് എല്ലാം മുഴുവൻ പൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പ്ലാവ് ഉണങ്ങി പോകും. അപ്പൊ നമുക്ക് ഇതിന് എന്തായാലും പരിചരണം കൊടുത്തേ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വാം ഇട്ട് കൊടുക്കാം. വാം എന്ന് പറഞ്ഞാല് ഒരു ജീവാണു വളമാണ്. ഈ ചെടികളുടെ വേര് വളർച്ചക്ക് അത്യാവശ്യം കൊടുക്കേണ്ട, ഒരു കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വളം തന്നെയാണ് ഈ വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ വാം നമ്മ ചെടി ഇപ്പൊ നമ്മ ഈ പച്ചക്കറി തൈകളായാലും ഒക്കെ നമ്മ നടണേക്ക് മുമ്പ് നമ്മ എല്ലാ വിളകൾക്കും നമ്മ നടണേക്ക് മുമ്പ് ഇടാം. നട്ട് കഴിഞ്ഞിട്ട് എല്ലാ മാസവും ഇപ്പൊ ഈ പ്ലാവ് അതേപോലെ തെങ്ങ് പോലുള്ള മരങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാ മാസവും കുറേശ്ശെ വാം ഇട്ട് കൊടുക്കണം. വാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്, വേര് വളർച്ചക്ക് നല്ലതാണ്. അതേപോലെ വരൾച്ചനെയൊക്കെ അതിജീവിക്കാൻ നല്ലതാണ് ഈ വാം ഇട്ട് കൊടുക്കണോണ്ട്. അപ്പം വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട, നിങ്ങ കണ്ടിട്ടുണ്ടാവും. നമുക്കിത് വളക്കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മ ഇതെന്തായാലും ഒരു കർഷകൻ മേടിച്ചു വെക്കേണ്ട ഒരു ജീവാണു വളമുണ്ട് ഈ വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്കിതിപ്പോ വാമ നമ്മ പച്ചക്കറി തൈകൾക്കൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഈ പ്ലാവിനൊക്കെ ഇടേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 250 ഗ്രാം എങ്കിലും ഇടണം. അതിപ്പോ നമ്മ ജൈവവളമില്ല, ഏതെങ്കിലും ജൈവവളം ആട്ടുംകാഷ്ടോ കോഴിവളോ ചാണകപ്പൊടിയിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് 20 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടണ ഒരു ജീവാണു വളമാണ് ഈ വാമ. അപ്പൊ നമുക്ക് വാമ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോണത്. അപ്പൊ നമ്മ ഈ ജീവാണു വളങ്ങളെല്ലാം മേടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് എക്സ്പയറി ഡേറ്റ് നോക്കി വേണം മേടിക്കാനായിട്ട്. നമ്മ മേടിക്കുന്ന ഡേറ്റ് തുടങ്ങി 6 മാസം വരെ ഉള്ളൂ ഇതിന് ഡേറ്റ്. അപ്പൊ നമ്മ പഴകിയതൊന്നും ഇട്ടിട്ട് നമുക്ക് ഒരു ഫലവും കിട്ടൂല. അപ്പൊ നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പോ തന്നെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. ഇതിപ്പോ 1 കിലോത്തിന് 84 രൂപയാണ് വില. അപ്പൊ നമുക്കിപ്പോ പ്ലാവ്, തെങ്ങ്, മാവ് അതേപോലുള്ള വൃക്ഷങ്ങൾക്കൊക്കെ നമ്മൾ 250 ഗ്രാം എങ്കിലും ഇടണം. പച്ചക്കറികൾക്കൊക്കെ നമുക്ക് 3 ഗ്രാം 10 ഗ്രാം 5 ഗ്രാം അങ്ങനെയൊക്കെ കണക്കിലാണ് ഇടേണ്ടത്. അപ്പൊ നമുക്കിപ്പോ 250 ഗ്രാം ഞാനിപ്പോ ഇത് ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോണത് കണ്ട. നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണിത് കണ്ട. തണലത്ത് ഉണക്കിയ ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പൊ നമുക്കത് കണ്ട. വാമ് കാണാത്തവർക്ക് കണ്ട ഒരു മണ്ണ് പോലെയൊക്കെയാണ് ഇരിക്കണത് ഈ വാമ് കണ്ട. അപ്പൊ നമുക്കിത് ഇപ്പൊ ഇതിന്റെ ഒരു 4-1 250 ഗ്രാം എന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് കണ്ട
നമുക്ക് മിക്സ് ചെയ്യാം. ചാണകപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മ ഇപ്പൊ നമുക്കില്ലേ ഈ സ്ലറികളിലൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. പച്ച ചാണകം കലക്കയിൽ മിക്സ് ചെയ്യാം. പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ. പിന്നെ നമുക്ക് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്യാം, കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേർപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ഈ വാമ്. നീ വാമ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണിൽ നല്ല ഈർപ്പുണ്ടായിരിക്കണം കേട്ടോ. ഈ ഉണങ്ങിക്കിടക്കണ മണ്ണിൽ കൊണ്ടുപോയി നമ്മ വാമ ഇടരുത്. അപ്പൊ ഇപ്പം ഈ പ്ലാവൊക്കെ ആകുമ്പോ അതിന്റെ വേര് ഇറങ്ങണ സ്ഥലത്ത് നിന്ന് വേണം നമുക്ക്. ഈ ഒരു കാരണവശാൽ നമ്മ ഈ കടക്കലൊന്നും കൊണ്ടുപോയി ഒരു വളങ്ങളും ഇടരുത്. അപ്പൊ നമുക്കിവിടെ ഈ ടൈലൊക്കെ ഇട്ടേക്കണ കാരണം നമുക്കിപ്പോ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. ചുറ്റുമൊന്നും ഇടണമെന്നില്ല. നമുക്കിപ്പോ ഒരു ഭാഗം കണ്ട ഇതേപോലെ പ്ലാവിന്റെ വേരാണ് ഈ വന്നേക്കണ. കണ്ട നമുക്ക് എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഈ വാമൊക്കെ ഇട്ട് കഴിഞ്ഞാല് പൊതി ഇട്ട് കൊടുക്കണം കേട്ടാ. പൊതി ഇട്ട് കൊടുത്താലാണ് പെട്ടെന്ന് ഇത് വേരൊക്കെ നന്നായിട്ട് വളരുള്ളൂ. അപ്പം നിങ്ങൾ വാമ ഇട്ട് കഴിഞ്ഞാല് എപ്പോഴും ചെടികൾക്ക് പൊതി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മിപ്പം ഈ പ്ലാവിന് എപ്പോഴും പൊതി ഇട്ട് കൊടുത്തോണ്ടിരിക്കണതാണ്. കണ്ട പൊതി ഇട്ട് കൊടുക്ക. എന്നിട്ട് അത് മാത്രമല്ല നന്നായിട്ട് നനച്ചും കൊടുക്കണം. നമുക്ക് 20 ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടണതാണ്. എല്ലാവരും ഈ സമയത്ത് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. ഈ സമയത്താണ് പ്ലാവിന് മിക്ക അസുഖങ്ങളും പിടിവിട്ടിട്ട് പ്ലാവൊക്കെ ഉണങ്ങി പോണതൊക്കെ. വിയറ്റ്നാം സൂപ്പർ ഏളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോണ പ്ലാവാണ്. നമ്മുടെ സംരക്ഷണം പോലെ ഇരിക്കുള്ളൂ. അതിന്റെ വളർച്ചകള് വെള്ളം ഒട്ടും തന്നെ കെട്ടിക്കിടക്കാൻ പാടില്ല പ്ലാവിന്റെ തടത്തിലൊന്നും. അപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ പ്ലാവ് നടരുത്. നന്നായിട്ട് തന്നെ നനച്ചു. മഴയാണെങ്കിലും നമ്മ വാമിട്ടതിനാ നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവ് കണ്ടില്ലേ. അപ്പൊ ഇതുമല്ലിപ്പോ ഈ വർഷം നമ്മ എപ്പോഴും വിളവെടുത്തോണ്ടിരിക്കണ ഏതാണ്ട് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടപ്പോ ഇതുമല്ലി കണ്ടില്ലേ ചെറിയ ചക്ക ഉണ്ട്. വിളവെടുക്കാനായ ചക്ക മുകളിലുണ്ട്. പിന്നെ താഴെ കണ്ടില്ലേ ചക്ക കണ്ടില്ലേ കിടക്കണം. അപ്പൊ താഴെ ചക്ക ഉണ്ടാവുമ്പോ ഇതേപോലെയൊക്കെ വല്ല പലകയൊക്കെ വെച്ചു കൊടുത്തില്ലെങ്കിൽ മണ്ണിൽ പൊട്ടിയായിട്ട് കേടായി പോകും. കണ്ട ഇതുമല്ലി കണ്ടില്ലേ എന്തോരം ചക്കയെന്ന് നോക്കിയേ. നമ്മുടെ കയ്യെത്തണ ദൂരത്ത്. അപ്പൊ എല്ലാവരും പറയും ചെറിയ ചക്കയാണ് ഇങ്ങനെ കൊലകുത്തി ഒക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാവണേന്ന്. പക്ഷെ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ വലിയ ചക്ക ഉണ്ടായിട്ടുണ്ട്. കണ്ട ഒരു ഇതൊന്നുമില്ലാത്ത ഇതൊക്കെന്ന് പറഞ്ഞാൽ നിറച്ച് ഫുള്ള് ചുളയായിരിക്കുള്ളൂ. ഇതിന് മടയിൽ ഉണ്ടാവൂല, പശി ഉണ്ടാവൂല, കൊല്ലക്കെട്ട് ഉണ്ടാവൂല. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വിയറ്റ്നാം സൂപ്പർ ഏളി പ്ലാവ് നടുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും തന്നെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ എല്ലാവരും വിയറ്റ്നാം സൂപ്പർ ഏളിയുടെ ഒരു തൈയൊക്കെ മേടിച്ച് നടണ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ടെറസിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കാൻ പറ്റിയാണ്. വലിയ ഗ്രോ ബാഗുകളിൽ HDP വലിയ ഗ്രോ ബാഗുകളിലൊക്കെ നടാൻ പറ്റിയതാണ്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ മഴക്കാലമൊക്കെ വരുമ്പോ നമുക്ക് വാമ് ഇട്ട് കൊടുക്കണം. അപ്പൊ വാമ് നമ്മ എന്തായാലും ഇട്ട് കൊടുത്തതിനാല് പ്ലാവിന്റെ ഇപ്പൊ വേര് ചീയല് അതേപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ വാമിടണൊക്കെ കണ്ടല്ല. അതേപോലെ ഫലവൃക്ഷങ്ങൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ വാമിട്ട് കൊടുത്തു. പ്ലാവിന് എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടാ. നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടണതാണ്. അപ്പൊ എല്ലാവരും നമുക്ക് വളക്കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് പറയും. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വാമ് മേടിക്കാൻ കിട്ടും. വാമ് മേടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. എക്സ്പയറി ഡേറ്റ് നോക്കി വേണം മേടിക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് എന്ന് വെച്ചാൽ 6 മാസമാണ് ഉള്ളത്. അപ്പൊ നമ്മ മേടിച്ചു കഴിഞ്ഞാല് 6 മാസത്തിനുള്ളിൽ തന്നെ ഇട്ട് തീർക്കുകയും വേണം. അപ്പൊ എല്ലാവരും ഒന്ന് വാമൊക്കെ ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.